പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ നീക്കവുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുന്ന മീനു ഇതേ തുടർന്ന് ഇന്ദുജയുടെ ചതി കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഇന്ദുജയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. താൻ മറ്റാരും അറിയാതെ കൊല്ലുന്നതിനായി നടത്തിയ നീക്കം എങ്ങനെയാണ് പൊളിഞ്ഞത്? അത് പൊളിയാൻ യാതൊരു വഴിയുമില്ലല്ലോ. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക മുതലായ ചോദ്യങ്ങൾ മുന്നിൽ വന്നു നിന്നതിനെ തുടർന്ന് ആലോചിക്കുമ്പോഴാണ് അവിടേക്ക് മീനു കയറി വരുന്നത്. എന്താ മേഡം, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല അല്ലേ? ഇതൊക്കെ പറയാൻ നീ ആരാ? നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ? നീ എന്തിനാ ഇവിടേക്ക് വീണ്ടും വന്നത്? അല്ല മേഡം, മേഡം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതല്ലേ, എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല എന്നറിഞ്ഞപ്പോൾ ഒരു വിഷമം. അതാ ഞാൻ ചോദിക്കാൻ വന്നേ. നീ ഈ കാര്യത്തിലൊന്നും ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇനി നീ വേണ്ട. അല്ല മേഡം, വിഷം ഫലം ചെയ്തില്ല അല്ലേ? ഇതോടെ ഞെട്ടിപ്പോവുകയാണ് ഇന്ദുജ. ഇതേ തുടർന്ന് ഇന്ദുജ സത്യം പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ തെളിവ് സഹിതം ഞാൻ ഇത് പോലീസിൽ ഹാജരാക്കും. പിന്നെ എന്താണ് നടക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന്, നീ എന്നെയാണോ ഭീഷണിപ്പെടുത്തുന്നത്? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നിനക്കറിയാമോ? നീ ആരായാലും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പോലീസിൽ ഈ കാര്യം പറയും എന്നുള്ള കാര്യം കാര്യമായി പറഞ്ഞതാണ്. പോലീസ് കൂടി ഇടപെട്ടാൽ എന്താകും സംഭവിക്കുക? അത് നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൈവിട്ട് പോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതോടെ ഇന്ദുജ ഭയപ്പെടുകയാണ്. ശരി, ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കാം. നീ വിചാരിക്കുന്നത് പോലെ ഒരു മാന്യനല്ല അയാൾ. എൻ്റെ സഹോദരിയുടെ മരണത്തിന് കാരണക്കാരനാണ് അയാൾ. അങ്ങനെയുള്ള അയാളെ ഞാൻ വെറുതെ വിടണം എന്നാണോ നീ പറയുന്നത്? നിന്റെ സഹോദരിക്കാണ് അങ്ങനെ സംഭവിച്ചത് എങ്കിൽ നീ വെറുതെ വിടുമോ? ഇല്ലല്ലോ. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. എന്ത്? സൂരജ് സാർ കാരണം നിങ്ങളുടെ സഹോദരി മരിച്ചെന്നോ? അതെ, അയാൾ ഒരു ചതിയനാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചതിയൻ. അയാളെ വിശ്വസിച്ചവരെ എല്ലാം അയാൾ ചതിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അയാളെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ഇത് കേൾക്കുന്ന മീനുവാകെ ഞെട്ടിപ്പോവുകയാണ്. സൂരജ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അത് എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് അയാളെ പറ്റി ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ സഹോദരിയോട് അയാൾ എന്താണ് ചെയ്തത് എന്ന്. ശരി മാഡം, പറ, ഞാൻ കേൾക്കട്ടെ. ഇതോടെ തൻ്റെ സഹോദരിയെ ചതിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം മീനുവിനോട് വ്യക്തമാക്കുകയാണ് ഇന്ദുജ. കാര്യം കേട്ടതിനെ തുടർന്ന് മീനുവാകെ ഞെട്ടിപ്പോകുന്നു. സൂരജ് സാറിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് മുത്തശ്ശിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ മീനു. ഇതേ തുടർന്ന് മീനു സൂരജിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. സൂരജ് സാർ, ആരാണ് ഈ ബിന്ദുജ? ഈ ചോദ്യം കേട്ട് സൂരജ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.